കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ്. 2 പുത്രന്മാരുടെ ഉപമ. ഒരു ഗ്രാമത്തിൽ ജോസഫ് എന്ന കർഷകൻ തന്റെ 2 മക്കളോടൊപ്പം താമസിച്ചിരുന്നു. ഒരു ദിവസം മഴ പെയ്യുന്നതിന് മുൻപ് വയലിലെ വിളവെടുപ്പ് പൂർത്തിയാക്കേണ്ട സാഹചര്യമുണ്ടായി. അച്ഛൻ മൂത്ത മകളോട് പറഞ്ഞു, മോനെ, ഇന്ന് വയലിൽ പോയി ജോലി ചെയ്യണം. മകൻ ദേഷ്യത്തോട് പറഞ്ഞു, എനിക്ക് വരാൻ കഴിയില്ല. അച്ഛന് വിഷമമായി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മകന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. എന്റെ അച്ഛൻ കുടുംബത്തിനു വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. ഞാൻ ചെയ്തത് തെറ്റാണ്. അവൻ ഉടൻ വയലിലേക്ക് പോയി ആത്മാർത്ഥമായി ജോലി ചെയ്തു. പിന്നീട് അച്ഛൻ ഇളയ മകനോടും അതേ കാര്യം പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ അപ്പാ, ഞാൻ ഇപ്പോൾ തന്നെ പോകാം. പക്ഷേ അവൻ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിച്ച് വയലിലേക്ക് പോയില്ല. വൈകുന്നേരം അച്ഛൻ തിരിച്ചറിഞ്ഞു, വാക്ക് നൽകിയവനല്ല, പ്രവൃത്തിയിലൂടെ അനുസരിച്ചവനാണ് യഥാർത്ഥ മകൻ. വചന സന്ദേശം. ഈ ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിന് നമ്മുടെ വാക്കുകളേക്കാൾ വിലയുള്ളത് അനുസരണമാണ്. മാനസാന്തരത്തിന്റെ വാതിൽ എല്ലാവർക്കും തുറന്നിരിക്കുന്നു. ആദ്യം തെറ്റായ തീരുമാനം എടുത്തവനും ഹൃദയം മാറ്റി ദൈവത്തിലേക്ക് മടങ്ങിയാൽ ദൈവം അവനെ സ്വീകരിക്കും. പുറമെയുള്ള ഭക്തി മാത്രം പോരാ, ദൈവത്തിന്റെ ഇഷ്ടം ജീവിതത്തിൽ പ്രവൃത്തിയിലൂടെ നിറവേറ്റണം. വിശ്വാസം പ്രവൃത്തിയിൽ പ്രകടമാകുമ്പോഴാണ് അത് യഥാർത്ഥ വിശ്വാസമാകുന്നത്. ദൈവം നമുക്ക് നൽകുന്ന ജീവിത സന്ദേശം. ഇന്ന് നാം പലപ്പോഴും ദൈവത്തോട് പറയുന്നു, കർത്താവേ, ഞാൻ ചെയ്യും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ക്ഷമിക്കും, ഞാൻ സ്നേഹിക്കും. എന്നാൽ ആ വാക്കുകൾ ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? മാതാപിതാക്കളെ ആദരിക്കുന്നുണ്ടോ? ദരിദ്രരെ സഹായിക്കുന്നുണ്ടോ? മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ടോ? ദൈവവിളിയോട് ആത്മാർത്ഥമായി പ്രതികരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം രണ്ടാമത്തെ മകനെ പോലെ വെറും വാഗ്ദാനങ്ങൾ ആകരുത്. ആദ്യത്തെ മകനെ പോലെ തെറ്റുകൾ സംഭവിച്ചാലും അവ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള വിനയവും ധൈര്യവും നമുക്കുണ്ടാകണം. ദൈവം അന്വേഷിക്കുന്നത് തികഞ്ഞ മനുഷ്യരെയല്ല, മാനസാന്തരപ്പെടുന്ന ഹൃദയങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവചനം കേൾക്കുവാൻ മാത്രമല്ല, അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തികളിലും അങ്ങയെ സാക്ഷ്യപ്പെടുത്തുന്ന മക്കളായി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ അഹങ്കാരവും അനുസരണക്കേടും മാറ്റി യഥാർത്ഥ മാനസാന്തരവും സ്നേഹവും നിറഞ്ഞ ഹൃദയം നൽകണമേ. അങ്ങയുടെ ഇഷ്ടം സന്തോഷത്തോടെ നിറവേറ്റുന്ന വിശ്വസ്തനായ ശിഷ്യരാകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോ മിശിഹായിലൂടെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.